അതെ, ഇന്നത്തെ ഓണം സീരീസിൽ ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പല സ്ഥലത്തും പല രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂട്ടുകറിക്കായിട്ട് ഒരു 200 ഗ്രാം ചേനയും 200 ഗ്രാം കായും കഴുകി വൃത്തിയാക്കി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം ചേന കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേനയ്ക്ക് വേവ് കൂടുതലാണ്. അപ്പം കായും ചേനയും ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചേന പകുതി കുക്കായി വരുമ്പോഴത്തേക്കും കായ ചേർത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയരുത് കേട്ടോ. കൂട്ടുകറിയുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലേക്ക് വറുത്തിടുന്ന തേങ്ങയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് 4 ചുമന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1 കപ്പ് തേങ്ങ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. കായും ചേനയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച കടല ഉപ്പിട്ട് വേവിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടലയും ചേനയും കായും എല്ലാം നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കണം കേട്ടോ. പഞ്ചസാരയും ചേർക്കാം, പക്ഷെ ശർക്കര ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ശർക്കര ചേർത്ത് ശർക്കര നമ്മുടെ കഷ്ണത്തിലെല്ലാം നല്ല പോലെ പിടിച്ചു വരുമ്പോഴത്തേക്കും അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റി ഏകദേശം ഒരു ഡ്രൈ ആവാറാകുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ അതും കൂടി ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എത്രയും കൂടുതൽ വറുത്ത തേങ്ങ ചേർക്കുന്നോ അത്രയും സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ കൂട്ടുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.